വന്നത് കണ്ണനല്ലൂരിൽ പോലീസ് അനധികൃത കസ്റ്റഡിയിൽ വെച്ച വയോധികനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെന്റിലേറ്ററിൽ നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ.പി. പുന്നൂസിനെയാണ് കണ്ണനല്ലൂർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിന് പിന്നാലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചെക്ക് കേസിൽ ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്ത കെ.പി. പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നില്ല. കസ്റ്റഡിയിൽ നിന്ന് വിടാൻ 10 ലക്ഷം രൂപ പരാതിക്കാരന് നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു എന്ന് പുന്നൂസിന്റെ സുഹൃത്തായ അഭിഭാഷകൻ ആരോപിച്ചു. ശനിയാഴ്ച 12 മണിക്കാണ് കെ.പി. പുന്നൂസിനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് അടുത്ത ദിവസം 3 മണിക്ക് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിലാണെന്നുള്ള കാര്യം. അതായത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയില്ല, അറസ്റ്റ് ചെയ്തതിനു ശേഷം ഹാജരാക്കിയില്ല എന്നുള്ളതാണ്. 78 വയസ്സുള്ള 3 ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ബൈപ്പാസ് സർജറി ചെയ്ത ഒരു മനുഷ്യനാണിത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കൊല്ലം ജില്ലാ കോടതിയിൽ അഡ്വക്കേറ്റ് ബിനു ബാലേന്ദ്രനും ഞാനും കൂടി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിലനിൽക്കുകയാണ്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിലനിൽക്കുകയാണ് ഈ ക്രൂരമായ സംഗതി നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമാണ്. വെന്റിലേറ്ററിൽ നിന്ന് മാറിയാൽ ഒരുപക്ഷെ മരണം പോലും സംഭവിക്കുന്ന അത്രമാത്രം ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ചിലവ് ഒരു ദിവസം ഭീമമായ ഒരു തുകയാണ് ആവശ്യം വരുന്നത്. ആ ചിലവ് ആര് വഹിക്കും എന്നുള്ള കാര്യം വരെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്ന് അഡ്വക്കേറ്റ് ബിനു ബാലേന്ദ്രൻ ഇവിടെ കോടതിയിൽ, കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ വിഷയം സംസാരിക്കുകയും കോടതി കൂടുതൽ വിശദമായ വാദത്തിലേക്കായിട്ട് ഈ കേസ് നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. വന്ധ്യവയോധികനായ ഒരു മനുഷ്യന് സംഭവിച്ചിരിക്കുന്നതാണ്. മറ്റാർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം, എന്നല്ലാതെ എന്ത് ചെയ്യാനാണ്. സെൻട്രൽ ജംഗ്ഷനിലുള്ള ആനന്ദ് ഹോട്ടലിൽ വെച്ചാണ് കൊല്ലത്ത് നിന്ന് വന്നാണെന്ന് പറയുന്നത്. അവരൊന്നും ഐഡന്റിറ്റി ഒന്നും ആരെയും കാണിച്ചിട്ടില്ല. കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിൽ ഓണ്ടതേ കൂടെയുള്ള ഒരു പോലീസുകാരൻ ജ്യോതിഷ് നാഥാണ് തോന്നുന്നു പേര് പറഞ്ഞത്. അത് പുള്ളി വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിന്റെ പണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു 10 ലക്ഷം രൂപ കടിയാക്കാൻ പറ്റുവാണെങ്കിൽ പുള്ളിയെ വിടാമെന്ന് പറഞ്ഞു. ഏതായാലും ശേഷവും വിളിച്ചിരുന്നു. ആരെങ്കിലും ബന്ധുക്കൾ വരുമോ, എന്താ ചെയ്യുന്ന ഇവിടെ വരെ വരാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില വഷളായിട്ട് ഇരിക്കുകയാണെന്നും ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും ICUയിലാണെന്നും എന്നൊക്കെയാണ് പറഞ്ഞറിഞ്ഞത്. ഞാൻ അതിനകത്തൊന്നും റെസ്പോണ്ട് ചെയ്യാനില്ല. നമുക്ക് അങ്ങനെ റെസ്പോണ്ട് പറഞ്ഞുവിടാൻ അറിയാം. മീഡിയയിൽ നമുക്ക് ഫേസ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുവിടാൻ അറിയാമല്ലോ. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു മീഡിയ എടുത്ത് വാർത്ത കൊടുക്കാറുണ്ടെന്ന് അറിയാമല്ലോ. ഇടയാരോടെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ അറിയാമല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റൂലെന്ന് അറിയാം. ക്യാമറയ്ക്ക് മുമ്പിലായാലും അല്ലാതായാലും എന്നോട് വിരോധം തോന്നരുത്. സോറി. കണ്ടീഷൻ അങ്ങനെ തന്നെ ഇല്ല, ചേഞ്ചസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. വെന്റിലേറ്റർ തന്നെയാണ്, ഓക്സിജന്റെ അല്ല, വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് ആള് ഇപ്പോഴും ഉള്ളത്. എല്ലാ സപ്പോർട്ടും കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒന്നും പറയാറായിട്ടില്ല. ചെയ്ത ടെസ്റ്റുകൾ CT എടുത്തതും MRI എടുത്തതിനകത്തും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലെന്നാ പറഞ്ഞത്. അരുൺരാജാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന്. അരുൺരാജുണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വിശദമായ വാദം കേൾക്കാൻ കോടതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. കൊട്ടാരക്കര JFMC 2 കോടതി വിശദമായ വാദം കേൾക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത നടപടികളിലേക്ക് കോടതി കടന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അനുജ, അല്പസമയം മുമ്പാണ് കോടതി കേസ് പരിഗണിച്ചത്. ഇല്ലീഗൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കെ.പി. പുന്നൂസിന്റെ അഭിഭാഷകരാണ് കോടതിയെ സമീപിച്ചത്. ഈ കോടതി കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷനോട് ഹാജരാക്കാൻ പറഞ്ഞെങ്കിലും അവർ ഹാജരാക്കിയില്ല. തുടർന്നാണ് ഈ കേസിൽ വിശദമായ വാദം കേൾക്കാനും ഇയാളുടെ തൽസ്ഥിതി, ആരോഗ്യസ്ഥിതി അടക്കം കോടതിയെ ബോധ്യപ്പെടുത്താനും ഇപ്പോൾ കൊട്ടാരക്കര JFMC 2 കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം കോടതിക്ക് മുമ്പാകെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ കെ.പി. പുന്നൂസിനെ ഈ കോട്ടയത്തെ ആനന്ദ് ഭവൻ ഹോട്ടലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കണ്ണനല്ലൂരിൽ പോലീസാണെന്ന വാദം പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വരുന്നത്. തുടർന്ന് ഈ പോകുന്ന വഴിയിൽ ഈ കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ നിരവധിയായ തവണ അഭിഭാഷകനെ വിളിച്ച് 10 ലക്ഷം രൂപ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ ഈ കേസിൽ സ്വന്തം നിലയ്ക്ക് ജാമ്യത്തിൽ വിടാം, ഈ സ്വന്തം സ്ഥിതിക്ക് ജാമ്യത്തിൽ വിടാമെന്ന് അറിയിക്കുകയായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പണം നൽകാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ കൂടുതൽ കൂടിയാലോചന
വേണമെന്ന് അഭിഭാഷകരടക്കം വ്യക്തമാക്കി. ഇതിന് പിന്നാലെ 24 മണിക്കൂർ പിന്നിടുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെ ഈ കോടതിയിൽ ഒന്നും തന്നെ ഹാജരാക്കാതെ, മജിസ്ട്രേറ്റിന് മുമ്പിലോ ഹാജരാക്കാതെ ഈ പ്രതിയെ സ്റ്റേഷനുള്ളിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു പോലീസ്. തുടർന്ന് 3 മണിയോടെയാണ് ഇയാൾ പെട്ടെന്ന് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ നിന്ന് ഈ ഹോളിക്രോസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ 5:15 ICUവിൽ പ്രവേശിപ്പിച്ച KP പൊന്നൂസിന്റെ ആരോഗ്യനില പെട്ടെന്ന് തന്നെ വഷളാവുകയും വെന്റിലേറ്ററിലേക്ക് അടക്കം മാറ്റുകയുമായിരുന്നു. നിലവിൽ വെന്റിലേറ്ററിന്റെ പൂർണ്ണമായ സപ്പോർട്ടോടെയാണ് അയാൾ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 72,000-ലധികം രൂപ ഇപ്പോൾ തന്നെ ആശുപത്രി ചിലവായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇത് അടയ്ക്കാൻ ആര് അടയ്ക്കുമെന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പണമടയ്ക്കാൻ ഇതുവരെ ആശുപത്രിയെ സമീപിച്ചിട്ടില്ല. പക്ഷേ ഇത്ര ഭീമമായ തുകയിലേക്കടക്കം ഇനിയും വെന്റിലേറ്റർ സപ്പോർട്ടോടെ മുന്നോട്ട് പോയാൽ ആ ചിലവ് ആര് വഹിക്കും എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ബന്ധുക്കളെ അടക്കം വിളിച്ച് ഈ KP പൊന്നൂസിന്റെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങൾ പറയുകയും പണമടയ്ക്കണമെന്ന് ആശുപത്രി തന്നെ പോലീസ് തന്നെ വ്യക്തമാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിലാണ് KP പൊന്നൂസ് നിലവിൽ ആശുപത്രിയിൽ തുടരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.